ഹായ് അപ്പം ഇന്ന് ഗൈസ് അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഒരു വോക്കിന് പോവാണ്. അതായത് വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ നടന്ന് വരാൻ നിൽക്കുകയാണ്. അതായത് 2.7 കിലോമീറ്റർ ഉണ്ട് വീട്ടിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഓക്കെ, ഇപ്പം സമയം 8:30 ഞാൻ നേരത്തെ പോകാൻ നിന്നതാണ്. കാരണം എന്ന് വെച്ചാൽ നല്ല മഴ. ഈ രാവിലെ മഴ വരുന്നതുകൊണ്ടില്ല കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് 4 ദിവസം ഇപ്പം ജിമ്മിന് പോകുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ വരുന്ന 3 ദിവസം എന്ന് വെച്ചാൽ 2 ദിവസം റണ്ണിങ്ങിന് പോകണം. അതുപോലെ തന്നെ ഞായറാഴ്ച ലൈറ്റായിട്ട് വാക്കിനോ അല്ലെങ്കിൽ വലിയ കഷ്ടപ്പെടാണ്ട് റൺ ചെയ്യണം എന്നൊക്കെ തീരുമാനിച്ചതാണ്. പക്ഷേ ഈ മഴ രാവിലെ മാത്രമേ ഇപ്പോൾ പെയ്യുന്നുള്ളൂ. അതാണ് ഒരു കുഴപ്പം ഗൈസ്. അപ്പം ഇന്ന് നമ്മളെ കൂടെ നടക്കാൻ പോകാൻ ബ്രിട്ടോ ഇല്ല. നമ്മളിന്ന് ഒറ്റക്കാണ് നടക്കാൻ പോകുന്നത്. അവനെ കൂട്ടാത്തതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മഴ പെയ്തു കഴിഞ്ഞാൽ എനക്കടയും കയറി നിൽക്കാൻ പറ്റും. പിന്നെ ആശാനെയും കൊണ്ട് കയറി നിൽക്കലെന്ന് വെച്ചാൽ കുറച്ച് പണിയാണ്. അതുപോലെ തന്നെ ഇനി അവനെ നടത്തി ശീലിക്കണമെന്നുണ്ട്. ഇപ്പം കുറച്ച് ലോങ് പോകുന്നതുകൊണ്ട് അതായത് ഇവിടുന്ന് 2.7 കിലോമീറ്റർ റെയിൽവേ സ്റ്റേഷനിലേക്കുണ്ട്. അങ്ങോട്ട് നടക്കണം, അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് നടക്കണം. അവൻ നടക്കും, അവനെ കൂട്ടിയാൽ നടക്കാതില്ല. പക്ഷെ ഹെവി മഴയാണ് പെയ്യുന്നതെങ്കിൽ അവനെയും കൂട്ടി ഇങ്ങോട്ട് വരികയെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അങ്ങോട്ട് പോകാമെന്ന് വെച്ചാൽ ഭയങ്കര പണിയാണ്. ഓക്കെ, അതുകൊണ്ടാണ് അവനെ കൂട്ടാത്തത്. അവൻ എന്നെ നോക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇറങ്ങുമ്പോൾ. അവന് മനസ്സിലായിട്ടുണ്ട് ഞാൻ നടക്കാൻ പോവാന്ന്. ഓക്കെ, എൻ്റെ നാട്ടിൽ രാവിലെ ആയിക്കഴിഞ്ഞാൽ നടക്കുന്ന കാര്യങ്ങളും ഞാൻ ജസ്റ്റ് ഇങ്ങ് കാണിച്ചു തരാം. ഓക്കെ, അതായത് ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ തന്നെ ഒരു ജംഗ്ഷനാണ്. അതായത് ഈ ജംഗ്ഷൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ വീടും വരുന്നത്. ഓക്കെ, ഇതാണ് എൻ്റെ ശാന്ത സമാധാനമായൊരു നാട്. കണ്ട, ഇതാണ് എൻ്റെ നാട്. നമുക്ക് പോകാം. നടക്കാൻ പോകാമെന്നാണെങ്കിൽ രസമായിരുന്നു. പക്ഷെ ഇപ്പം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ആ ഒരിതങ്ങ് പോയി. എല്ലാത്തിനും കാരണം മഴയാണ്. ഓക്കെ, നമ്മളൊരു ഇടവഴിയിലൂടെ നടന്നു പോവാം. ഇതാണ് നമ്മൾ നടന്നു പോകുന്ന ഇടവഴി. പക്കാ നാട്ടിൻപുറത്തെ സ്ഥലം. ഓക്കെ, മഴയെന്ന് വിചാരിച്ച് നടക്കാൻ ഇറങ്ങിയിട്ടില്ല. ഇപ്പം മഴ മാറി ഒന്ന് നടക്കാൻ ഇറങ്ങുമ്പോൾ ഒടുക്കത്ത വെയിലും. കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ബ്രിട്ടോനെയും കൂട്ടി അധികം വന്ന് നിൽക്കുന്ന സ്ഥലം ഇത്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ രാവിലത്തെ വ്യൂ എന്ന് പറയുന്നത്. ഇപ്പോഴും അങ്ങനെയാണ് രസമില്ല കാണാൻ. അതിലേ ട്രെയിൻ പോകും. ഇപ്പം നമുക്കിവിടെ ഇരുന്ന് സംസാരിക്കാം. ഇതായിരിക്കും നല്ലത്. സോ നമ്മളെ അവിടെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു ചേട്ടൻ, ആ വീട്ടിലെ ചേട്ടൻ, അതായത് കുറേ പോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായ അവർക്ക് പുള്ളിക്കാരൻ പുല്ല് വെട്ടുന്നുണ്ട്. നമുക്ക് നടന്നെത്താൻ നോക്കാം. സ്ട്രാവ ഉണക്കിയിട്ടുണ്ട്. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര കിലോമീറ്റർ നടന്നു, എത്ര മിനിറ്റിൽ നടന്നു നോക്കാമല്ലോ. എവിടെയെങ്കിലും നിർത്തി വീഡിയോ എടുക്കേണ്ടി വന്നാൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. ഓക്കെ, സോ അതാണ് ഈ ട്രൈപ്പോഡിൻ്റെ ഒരു ഗുണം. വെയിൽ പോയി, ഹെവി മഴയായി വരാൻ തോന്നുന്നത്. നമുക്ക് ഏതെങ്കിലും കടയിലെ സ്ഥലത്ത് കയറി നിൽക്കേണ്ടി വരും. പോവാം എന്തായാലും. ക്രോക്സ് ഇട്ട് കഴിഞ്ഞ് ഈ ഒച്ച കേട്ടോണ്ടിരിക്കും. കണ്ടോ, ഈ ഒച്ച നമ്മളെ കൂടെ ഉണ്ടാവും. അത് നമ്മളെ അടുത്ത വരെയാണ് നടക്കുന്നത്. ഒരു വൃത്തിയായിട്ട് വെച്ചാൽ എനിക്ക് ഇഷ്ടമല്ല ഇത്. സോ നമ്മൾ പകുതി എത്തി. ഇനിയും പോകാനുണ്ട്. അപ്പോഴത്തേക്ക് മഴ പെയ്യുമെന്നറിയില്ല. കുഴപ്പമില്ല, നമുക്ക് നോക്കാം. മഴ പെയ്താൽ നമ്മളെവിടെയും കയറി നിൽക്കും. പക്ഷെ എവിടെയും കയറി നിൽക്കേണ്ട സ്ഥലത്തെത്തുമ്പോൾ മഴ പെയ്താൽ മതിയായിരുന്നു. എന്താണ് ഇപ്പോഴത്തെ ഒരു ഇത്. ഇപ്പം പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് എൻ്റെ എപ്പോഴുള്ളൊരു പ്രാർത്ഥന എന്ന് വെച്ചാൽ സ്റ്റോറേജ് ഫുള്ളാവില്ല എന്നാണ്. കാരണം എന്ന് വെച്ചാൽ ഈ സ്റ്റോറേജ് ഫുള്ളായിട്ട് ഇത് നല്ല പണി കിട്ടിയിട്ടുണ്ട്. അതായത് പല വേണ്ടപ്പെട്ട ക്ലിപ്സ് അവിടെ എത്തുമ്പോൾ ഈ സ്റ്റോറേജും ഫുള്ളാവുന്നുള്ളൂ. ഏത് ക്ലിപ്പാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഏത് വീഡിയോ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അതാണ് പോയി പോകുന്നത്. ഓക്കെ, അതാണ് ഈ സ്റ്റോറേജിനെ കൊണ്ടുള്ളൊരു ഉപദ്രവം. കുറേ കിളികളെല്ലാം ഒച്ചയുണ്ടാക്കുന്നുണ്ട് ഇവിടെ. നമ്മളിപ്പം ഏകദേശം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള മരമിലെത്തി. ഇപ്പം നമ്മൾ ഏകദേശം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്താനായി. ബാക്കിൽ നിന്നൊരു ട്രെയിൻ വരുന്നുണ്ട്. ഇവിടെ ഫുൾ ചളി പുളിയാണ്. കാരണം വെച്ചാൽ ഇതൊന്ന് ഒന്നാമത് വെള്ളം കെട്ടിക്കുന്ന സ്ഥലമാണ്. ഇവിടെ വെള്ളം പോകാനും സ്ഥലവുമില്ല. ഏറ്റവും രസമുള്ള സ്ഥലം എന്ന് വെച്ചാൽ നമ്മൾ ബ്രിട്ടോനെയും കൊണ്ട് നിന്ന സ്ഥലമാണ്. നിങ്ങൾക്ക് മുന്നത്തെ വ്ളോഗ് എടുത്ത് നോക്കിയാൽ കാണും.
ആ സ്ഥലം അവിടെയാണ് അടിപൊളി വ്യൂ കിട്ടുക ട്രെയിൻ പോകുമ്പോൾ. ഓക്കെ, 2 വശത്തും ട്രെയിൻ. ഇനി തിരിച്ചടക്കാം, കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇന്നത്തെ നടത്തം പൂർത്തിയാക്കി. ഇത് നമ്മൾ നേരെ തിരിച്ചു പോവാം വീട്ടിലേക്ക്. മഴ പെയ്യല്ലേ എന്നാണ് എൻ്റെ ഇപ്പോഴത്തെയും ഒരിത്. അപ്പോൾ ഈ ട്രെയിനും പോലെ ഇതേത് ട്രെയിൻ എന്നറിയില്ല, നേത്രാവതി ആവാനായിരിക്കും ചാൻസ്. അതേ ഇത്ര വൈകിട്ട് വരുള്ളൂ. ഈ വീട്ടിലൊരു പട്ടിയുണ്ട്, അതെന്നെ ഇപ്പോൾ ഓടിച്ചേനെ. അവർ ഗേറ്റ് കണ്ട എന്നെ അതിപ്പോൾ ഓടിക്കാമായിരുന്നു. ഞാൻ റോട്ട് മേലെ നടന്നു പോയാ. ആശാനും കൂടി ഉണ്ട്, അതായത് ബ്രിട്ടോയും കൂടി ഉണ്ടെങ്കിൽ ഇപ്പം കുറെ ഡബിളായനെ. ഇപ്പം ഞാൻ മാത്രമേ കൊണ്ട് നിർത്തി. ഓക്കെ, ഇപ്പം നമ്മൾ തിരിച്ച് നമ്മളുള്ള സ്ഥലത്ത് തന്നെ എത്തി. അതാണ് ഈ സ്ഥലം. ഇതാണ് നമ്മുടെ മെയിൻ സ്പോട്ട്. ഇവിടുന്നാണ് ഞാനും സംഗീതം പണ്ട് വീലൊക്കെ ചെയ്യുക, വീലൊക്കെ ട്രൈ ചെയ്യുക, ഇങ്ങനെ പഠിച്ച് സ്റ്റോപ്പിയൊക്കെ അടിക്കുക. കാരണം ഈ റൂട്ടിലധികം വണ്ടി ഉണ്ടാവില്ല. അതാണ് ഈ റൂട്ടിൻ്റെ ഒരു ഉപകാരം. അതായത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നവരും പിന്നെ ടൗണിലേക്ക് പോകുന്നവരും പിന്നെ ഇവിടെ അടുത്ത് വീടുള്ളവരും മാത്രമേ നല്ലൊരു ഭംഗിയുള്ള കാഴ്ച കാണിച്ചത്. അപ്പം ഇവിടെ വീടുള്ളവരും മാത്രമേ ഈ റോഡ് ഉപയോഗിക്കാറുള്ളൂ. പിന്നെ ഈ റോഡ് വഴി എവിടെയെങ്കിലും പോകുന്നവരും ഈ റോഡ് ഉപയോഗിക്കലുണ്ട്. അപ്പോൾ അധികം വണ്ടി കാണില്ല. ഓക്കെ, ഇതൊരു ഗ്രാമത്തിൻ്റെ ഉള്ളിലോട്ടുള്ള ഒരു റോഡായതുകൊണ്ട്. അയ്യോ, ചേച്ചി വയ്ക്കാൻ മീൻ കിട്ടിയ മോനെ. അതായത് ഈ ട്രൈപോഡ് ഞാൻ പൊക്കി വെച്ചായിരുന്നു. ചേച്ചി ചൂണ്ടയാന്ന്. മീൻ കിട്ടിയോന്ന് ഞാൻ ട്രൈപോഡ് സെറ്റാക്കുന്നുണ്ടായി. അയ്യോ, വലിയ കോമഡി. അതായത് ഇതിന് അത്യാവശ്യം നല്ല നീളമുള്ളതുകൊണ്ട് തന്നെ ആൾക്കാർ ചോദിക്കും മീൻ പിടിക്കാൻ പോകുന്നതാണോ. ഞാൻ ആ ചോദ്യം പ്രതീക്ഷിച്ചതാണ് കുറച്ച് നേരത്തെ, പക്ഷെ ഇപ്പോഴാണ് ആ ചോദ്യം കിട്ടിയത്. അപ്പം എല്ലാവരും ട്രൈപോഡിൻ്റെ ഈ നീളും ഈ ഒരു ഇതൊക്കെ കാണുമ്പോൾ അറിയാത്തവർ വിചാരിക്കുക പിന്നെ ചൂണ്ടയാണ്, അതായത് മീനിനെ പിടിക്കാൻ വന്നതാണ്. പിന്നെ ഇവിടെ ആൾക്കാർ അധികം മീൻ പിടിക്കാനും വൈകുന്നേരം വന്നിരിക്കാനും ഉള്ള സ്ഥലമാണ്. ഇവിടെ ഒന്നിൻ്റെ കുറവെന്ന് വെച്ചാൽ, ഇവിടെ കുറവുള്ളൊരു സാധനം എന്ന് വെച്ചാൽ ഇവിടെ ഒരു ചായക്കടയാണ്. പക്ഷേ ഇവിടെ ചായക്കട ഇട്ടാലും നല്ല തിരക്കായിരിക്കും. പിന്നെ ഇതൊരു ചെറിയ റോഡുമാണ്, പിന്നെ ആൾക്കാർക്കൊന്നും ഇതിലേ പോകാനും പറ്റില്ല. പക്ഷേ അടിപൊളി സ്ഥലം എന്ന് വെച്ചാൽ അടിപൊളി സ്ഥലം. ഫ്രണ്ട്സൊക്കെ ആയിട്ട് വൈകുന്നേരം വന്നിരുന്ന് സംസാരിക്കാൻ പറ്റിയ സ്ഥലം. എൻ്റെ കയ്യിൽ കുറച്ച് ടീഷർട്ട്സ് ഉണ്ട്, അതിൽ ചിലത് മാത്രം ഇടുമ്പോൾ ഭയങ്കര ഷേപ്പാണ്. അതുകൊണ്ടോ ഭയങ്കര ഷേപ്പിൽ ഇപ്പം കാണാൻ. അതാണ് നമ്മൾ ജിമ്മിന് പോയി കുറച്ച് കഷ്ടപ്പെട്ട് വർക്കൗട്ട് ചെയ്താൽ ചില ടീഷർട്ട് മാത്രം ഇടുമ്പോൾ കിട്ടുന്നൊരു ഇതാണ്. നല്ലോണം നല്ല രീതിക്ക് നല്ല വൃത്തിക്ക് വർക്കൗട്ട് ചെയ്ത് ഒരു ബോഡി സെറ്റാക്കി കഴിഞ്ഞാൽ എന്ത് ടീഷർട്ട് നിങ്ങൾ ഇട്ടാലും നല്ല ഷേപ്പ് കാണിക്കും. ഇപ്പം ഞാൻ കുറച്ച് ടൈറ്റാണ്, അതിൻ്റെ ഒരു ഷേപ്പാണ് എടുത്ത് കാണിക്കുന്നത്. വന്ദേ ഭാരത് പോകുന്ന കാഴ്ച നിങ്ങൾ കാണുന്നത്. ഇതേ പോയി അങ്ങനെ നമ്മൾ 42 സെക്കൻഡിൽ 3908 സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ തന്നെ 1.52 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഫസ്റ്റ് ലൊക്കേഷൻ ഇട്ട് 2.7 കിലോമീറ്റർ കാണിച്ചത് സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലേക്കാണ്. അതായത് ഈ ലൊക്കേഷൻ കിലോമീറ്ററിലും വെച്ച് നോക്കുമ്പം കൂടുതലാണ്. അപ്പം നമ്മൾ പ്ലാറ്റ്ഫോം വരെ പോയിട്ടില്ല. നമ്മൾ സാധാരണ മാപ്പിൽ ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ യാത്രക്കാരാണല്ലോ അധികം റെയിൽവേ സ്റ്റേഷനിലേക്ക് ലൊക്കേഷൻ ഇടുക. അപ്പം അത് നേരെ പ്ലാറ്റ്ഫോമിൻ്റെ അകത്തേക്കാണ് പോവുക. അപ്പം ആ ഒരു ഡിസ്റ്റൻസും കൂടി ഇതിൽ പെട്ടു. സോ നമുക്ക് ആയത് 3.52 കിലോമീറ്ററാണ്. ഓക്കെ, അപ്പം ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വ്ളോഗായിട്ട് നാളെ. ഓക്കെ, സോ ബൈ.